മിക്സിംഗ് മെഷീന്റെ ഉപയോഗം. ഒരു മിക്സിംഗ് മെഷീൻ എങ്ങനെ ശരിയായി ഉപയോഗിക്കാമെന്ന് നമുക്ക് പറയാം. നിങ്ങളിത് തെറ്റായി കലർത്തുകയാണ്. മോർട്ടാറും പേസ്റ്റും കലക്കിയാൽ അത് ശരിയായി യോജിപ്പിക്കില്ല. അത് ശരിയായി ഉപയോഗിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് മോർട്ടാർ മിക്സിംഗ് ചെയ്യാൻ ഒരു പുതിയ മിക്സർ മെഷീൻ ലഭിച്ചു. നീ അതുപേക്ഷിച്ച് എന്റെ കൂടെ വാ. ആ യന്ത്രം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയാം. എനിക്കൊപ്പം വരിക. ഇത് മോർട്ടാർ മിക്സിംഗ് യന്ത്രമാണ്. ഇതാണ് മിക്സിംഗ് പാഡിൽസ്. ഇതിന് 2 ഹാൻഡിലുകളുണ്ട്. ഇതാണ് അതിന്റെ സ്വിച്ച്. നിങ്ങൾക്ക് ഈ മെഷീനിൽ പ്രവർത്തിക്കേണ്ടി വരുമ്പോഴെല്ലാം 2 വശങ്ങളിൽ നിന്നും ഹാൻഡിലിൽ പിടിച്ച് സ്റ്റാർട്ട് ബട്ടൺ അമർത്തുമ്പോൾ ചുറ്റും തിരിക്കുക. ഇത് നിങ്ങളുടെ മോർട്ടാർ ശരിയായി മിക്സ് ചെയ്യും. ഒരിക്കൽ അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഹാൻഡിലിൽ പിടിച്ച് അമർത്തുക. ശരി. ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ അതിന്റെ ഹാൻഡിൽ ഇതുപോലെ ശരിയായി വൃത്തിയാക്കണം. ഇത് അതിന്റെ ബ്ലേഡ് വൃത്തിയാക്കും. ഞാൻ മോർട്ടാർ കലക്കിയതുപോലെ നിങ്ങളും കലക്കി കാണിക്കണം. അത് പിടിക്കുക, ബട്ടൺ അമർത്തുക, തുടർന്ന് അത് ചുറ്റിക്കറക്കുക. പിന്നെ വൃത്തിയാക്കാൻ ശുദ്ധമായ വെള്ളത്തിൽ കറക്കണം. നിർമ്മാണ സൈറ്റുകളിൽ കോൺക്രീറ്റും മറ്റു വസ്തുക്കളും മിക്സ് ചെയ്യാൻ മിക്സിംഗ് മെഷീനുകൾ ഉപയോഗിക്കുന്നു. ശക്തവും ഏകീകൃതവുമായ മിശ്രിതം തയ്യാറാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. മിക്സിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ സുരക്ഷാ നടപടികൾ പാലിക്കുക. സുരക്ഷാ ഗ്ലാസുകൾ, ഹെൽമറ്റ്, കയ്യുറകൾ എന്നിവ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഡസ്റ്റ് മാസ്കും ശബ്ദം കുറയ്ക്കുന്ന ഇയർ മഫുകളും ധരിക്കാം. കോൺക്രീറ്റും മറ്റു ചേരുവകളും മിക്സിംഗ് മെഷീന്റെ കണ്ടെയ്നറിൽ വെക്കുക. ചേരുവകൾ തുല്യ അളവിൽ ചേർത്തിട്ടുണ്ടെന്ന് ശ്രദ്ധാപൂർവം കാണുക. മെഷീൻ ഓണാക്കി ചേരുവകൾ നന്നായി കലർത്തി മെഷീനിലെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ജോലി പൂർത്തിയാക്കിയ ശേഷം കൃത്യസമയത്ത് മെഷീൻ അടച്ച് സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിക്കുക. മിക്സിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിനുള്ള ശരിയായ മാർഗം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. സുരക്ഷാ നടപടികൾ പാലിക്കുക. മിക്സിംഗ് മെഷീനിൽ കോൺക്രീറ്റും മറ്റു വസ്തുക്കളും ഇടുക. മെഷീൻ ആരംഭിച്ച് ചേരുവകൾ നന്നായി ഇളക്കുക. ജോലി പൂർത്തിയാക്കിയ ശേഷം യന്ത്രം സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിക്കുക.